ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടെ, എന്നാലൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിനൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാമോളം കുരുല്ലാത്ത പച്ചമുന്തിരി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും കലക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കുറച്ച് ടൈം വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിലും എന്തെങ്കിലും മരുന്ന് കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ നല്ലതാണ്. അപ്പോൾ 100 ഗ്രാമോളം പച്ചമുന്തിരിയാണ്, കുരുല്ലാത്ത പച്ചമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഒരു മുന്തിരി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 4 ഗ്ലാസ്സോളം ജ്യൂസ് ഉണ്ടാക്കി എടുക്കാനുണ്ടാവുക. അത് ഞാൻ ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് നമുക്കിതാ ഒരു ഏകദേശം ഒരു 1.5 ഇഞ്ചോളം വലിപ്പമുള്ള ഒരു ഇഞ്ചിയുടെ പീസാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 6 7 പുതിനയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ അളവിൽ പുതിനയുടെ ഇല മതി കേട്ടോ. അതിലേക്ക് ഞാനിതാ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഈ ഒരു ജ്യൂസിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ഒരു മുന്തിരി ജ്യൂസിന് ഉണ്ടാവുക. അതുകൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 പിഞ്ചോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. മുന്തിരിയിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ലാസ്റ്റിൽ വെള്ളം ഈ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു തൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറഞ്ഞൊരു വേസ്റ്റ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒരു അരിപ്പെടുത്തിട്ട് നമുക്ക് അതിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ഡെസേർട്ടിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. 2 വെറൈറ്റി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനി ഇത് ഒരു വേസ്റ്റൊക്കെ ഒന്ന് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ അരിച്ചിട്ട് എടുത്താൽ മതിയേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം വെള്ളം കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു ഗ്ലാസ് എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചിയാ സീഡോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കസ്കസോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കസ്കസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ ഈ ഒരു ചൂടിന് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു തണുപ്പൊക്കെ കിട്ടാനൊക്കെ നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും മുന്തിരിയൊക്കെ കിട്ടാനൊരു പ്രയാസമില്ല. എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ മുന്തിരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.